കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും വരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഒരു സമരത്തിലേക്കാണ്. അത് കഴിഞ്ഞ 8 ദിവസമായി കേരളത്തിലെ പല ഭാഗത്തുള്ള ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരമാണ്. രാഷ്ട്രീയ പ്രേരിതമാണ് സമരമെന്ന് ആരോപിച്ച് സർക്കാർ തള്ളിയതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ നടത്തിവന്ന പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആശാ വർക്കർമാർ. 8 ദിവസം എത്തുമ്പോൾ സമരത്തിന് പിന്തുണയും കൂടുന്നുണ്ട്. കോവിഡ് പടർന്നു പിടിച്ച് ആരും പുറത്തിറങ്ങാത്ത ആ ദുരിതകാലം ഓർമ്മയില്ലേ? കോവിഡ് രോഗികളെ കണ്ടെത്താനും അവർക്ക് സൗകര്യമൊരുക്കാനും നമുക്കൊരു ദൗത്യസേനയുണ്ടായിരുന്നു. സ്വന്തം ജീവനുകൾ പോലും പണയപ്പെടുത്തി അന്ന് അവർ കാട്ടിയ ധൈര്യമായിരുന്നു കേരളത്തിന്റെ കരുത്ത്. കേരളത്തിന്റെ ആരോഗ്യ മാതൃകയ്ക്ക് നേരവകാശികളായ ആശാ വർക്കർമാർ ഇന്ന് സമരരംഗത്താണ്. രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ ആരോപണങ്ങൾ ഇവരുടെ സമരാവേശം ഇരട്ടിപ്പിക്കുകയാണ്. ഇന്ന് ഒരു തൊഴിലുറപ്പുകാരുടെ കൂലി എത്രയാ? ഇന്നൊരു ഹോം നഴ്സിംഗിന് പോകുന്നവരുടെ കൂലി എത്രയാ? അവർ വാങ്ങുന്ന ശമ്പളം എത്രയാ? മന്ത്രിയുടെ വീട്ടില് കുട്ടികൾക്ക് മിഠായി വാങ്ങുന്ന, മധുരപലഹാരം വാങ്ങുന്ന കാശ് പോലും ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നില്ല. കഴിഞ്ഞ 10 മുതലാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിച്ച് രാപ്പകൽ സമരം ആരംഭിച്ചത്. ആവശ്യങ്ങൾ ഇങ്ങനെ നീളുന്നു: 3 മാസത്തെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്യുക, ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, മറ്റു സർക്കാർ ജീവനക്കാരെ പോലെ പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക. ഇങ്ങനെ നീളുന്നു ആവശ്യങ്ങൾ. സമരം ഒത്തുതീർപ്പാക്കാൻ ആദ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടറും പിന്നീട് ആരോഗ്യമന്ത്രിയും ചർച്ച നടത്തി. കൃത്യമായ ഉറപ്പുകൾ സർക്കാർ നൽകിയില്ല. ഇതോടെ 20-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം പ്രഖ്യാപിച്ച് സമരം കടുപ്പിക്കാനാണ് നീക്കം. സമരക്കാരുടെ ആവശ്യം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ് സമരം ഒത്തുതീർപ്പാക്കാനും ശ്രമം നടത്തുന്നുണ്ട്. സമരക്കാരെ നേരിടുന്ന സർക്കാരിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്: ഓണറേറിയം മുടങ്ങിയതിന് കാരണം കേന്ദ്ര വിഹിതം കിട്ടാത്തതുകൊണ്ട്. നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഓണറേറിയം നൽകുന്നു. പ്രതിമാസം 13,200 വരെ കിട്ടുന്നുണ്ട് എന്നാണ് സർക്കാർ വാദം. ആശാ വർക്കർമാർക്ക് പെൻഷൻ പദ്ധതി സാധ്യമല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള താൽക്കാലിക ജീവനക്കാരാണവർ. 2016-ൽ 1000 രൂപ എന്നത് ഘട്ടം ഘട്ടമായി ഉയർത്തി നൽകിയെന്നതാണ് സർക്കാരിന്റെ വാദം. എന്നാൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുതൽ വിവിധ ആരോഗ്യ സർവേ വരെ നിർവഹിക്കുന്ന ഈ ആശാ വർക്കർമാർക്ക് ജോലിക്ക് തുല്യമായ വേതനം കിട്ടുന്നില്ല എന്നതാണ് വസ്തുത. 13,200 രൂപ വരെ കിട്ടുമെന്നാണ് സർക്കാർ വാദമെങ്കിലും ഇതൊരിക്കലും കിട്ടിയിട്ടില്ലെന്ന് ആശാ വർക്കർമാർ പറയുന്നു. സാമൂഹിക ആരോഗ്യരംഗത്തെ കേരള മാതൃകയ്ക്ക് കാരണക്കാരായ ഇവരെ ചേർത്ത് നിർത്തണം. 25,000-ഓളം വരുന്ന കേരളത്തിന്റെ ഈ ആരോഗ്യസേനയുടെ ആവശ്യങ്ങളിൽ രാഷ്ട്രീയം കാണുന്നതിന് മുമ്പ് അവരുടെ വേതന കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കാനും സർക്കാരിന് കഴിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.